പർപ്പസ്ഫുള്ളായിട്ടല്ലേ ആദ്യ കുർബാനയുടെ ഫോട്ടോ മാത്രം ഇട്ട് കാണിക്കുക. അതായത് ആദ്യ കുർബാന ചെയ്യപ്പെട്ട പിള്ളേർ തിരിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ ഫോട്ടോയിൽ കണ്ടു. അവരും സൂയിസൈഡ് ചെയ്തെന്നുള്ള ഭാഷ്യത്തിലല്ലേ എല്ലാവരും സംസാരിക്കുന്നത്. സൂയിസൈഡ് ചെയ്ത വ്യക്തികളെ ഞങ്ങളുടെ അച്ഛന്മാർ പോലും വീട്ടിൽ പോയി ശവമെടുക്കാറില്ല. ക്രൈസ്തവമായ ദൈവികമായ ഒരു വീക്ഷണത്തിൽ കൂടെ പറയുമ്പോൾ അവിടെ ആരാണ് പിശാചിന് അടിമയായത്? സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബ്ലഡ് പരിശോധിക്കും. ബ്ലഡ് എന്തിനാ പരിശോധിക്കണം എന്നറിയോ? മയക്കമരുന്ന് അടിമയായിരുന്നു ഇത് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഉറക്ക ഗുളികകൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാസത്തിനിടയ്ക്ക് ഒരുത്തൻ 5 പേരെ തലക്കടിക്കുക, ഇത്രയും പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഞങ്ങളുടെ കാനായ സഭയ്ക്ക് ഇതിനേക്കാളും അനേക സംഭവങ്ങൾ ചരിത്രത്തിൽ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ സമുദായത്തിൽ ഒരു രോമം പോലും ഒഴിവെടുക്കാൻ ഈ പ്രശ്നങ്ങൾക്കൊന്നും സാധിക്കില്ല. ഹലോ, താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് വിളിക്കുന്നത് സാവിയോ, ഒറിജിനൽ പേര് KJ ജോസഫ് കുന്നശ്ശേരി. ഇന്ന് ഞങ്ങളുടെ സഭയിൽ ഉണ്ട് എന്ന് പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് സഭാപരമായ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സഭയിൽ ചില പള്ളികളിൽ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ നീണ്ടൂർ പള്ളിയുടെ നിങ്ങളുടെ ഒരു വീഡിയോ ഇന്നലെ ഞാൻ കണ്ടു. നീണ്ടൂർ പള്ളി ഞങ്ങൾക്കുള്ള 100-150 പള്ളികളിൽ ഒരു പള്ളി മാത്രമാണ്. ആ പള്ളിക്കകത്തെ വിഷയം നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് കണ്ടു. വന്നേക്കുന്ന വൈദികനെ പറ്റി പറഞ്ഞു. അത് ഒരു വൈദികൻ്റെ കാര്യമാണ്. അങ്ങനെ 100 കണക്കിന് വൈദികർ ഞങ്ങളുടെ കോട്ടയം രൂപതയിലുണ്ട്. ഞാൻ ആ പറഞ്ഞത് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. ഞാൻ വീണ്ടും പറഞ്ഞു വരുന്നത്, ഞങ്ങളുടെ സഭയിലുള്ള പ്രശ്നമാണ് നിങ്ങൾ ചോദിച്ചത്. ഞങ്ങളുടെ സഭയിൽ പ്രശ്നം 1-2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങളുടെ സഭയിലെ ഒരു വിഭാഗം ആൾക്കാർ ഞങ്ങളുടെ പിതാവ് സീറോ മലബാർ സഭയെ അനുകൂലമായി നിൽക്കുന്നു, ഞങ്ങളുടെ കോട്ടയം രൂപത നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഒരു ഭീതിയിൽ KSS പറഞ്ഞൊരു സംഘടനയുണ്ട്. ഞങ്ങളുടെ കുറേ സീനിയറായ പ്രൊഫസർമാരുണ്ട്. അവരൊക്കെ അതിനെതിരെ സംസാരിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതായ ഒരു പ്രശ്നമുള്ളതായിട്ടേ ഞാൻ കേട്ടിട്ടുള്ളൂ. അതൊരു പ്രശ്നമാണോ എന്ന് എന്നോട് ചോദിച്ചാൽ പ്രശ്നമാണെന്ന് ഞാൻ പറയില്ല, അത് പ്രശ്നമല്ല. എന്നാൽ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ടായിരുന്നു. അതായത് പടിയറ പിതാവിൻ്റെ കാലത്ത് ഞങ്ങൾക്കൊരു സ്വിച്ചിട്ടാൽ മതി എന്നും പറഞ്ഞ് കുറേ കാലം പോയി. അന്ന് റോമിൽ നിന്നും ഇതും സീറോ മലബാർ സഭയുടെ 22 ഏക്കർ സ്ഥലം ഞങ്ങളുടെ അരമനയിൽ ഇരുന്നാണ് എഗ്രിമെൻ്റ് എഴുതിയത്. അതിൻ്റെ അഡ്വാൻസ് കൊടുത്തതും ഞങ്ങളുടെ ബിഷപ്പായിരുന്നു. ആ സ്ഥലത്തിനകത്ത് 7 ഏക്കർ സ്ഥലം കോട്ടയം രൂപതയ്ക്കുള്ളതായിരുന്നു. എന്നാൽ ആ ആധാരം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളി അലക്സിനെ ഏൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോഴും ഉണ്ടാൾ മകൻ അതിന് ഡോക്യുമെൻറ്റേഷന് സർവേക്കൊക്കെ ചെന്നപ്പോൾ അന്നത്തെ ഞങ്ങളുടെ മെത്രാൻ റോമിലായിരുന്നു ഈ സീറോ മലബാറിന് വേണ്ടി. എന്നാൽ അത് മുഴുവനായിട്ടും ആധാരം എഴുതിയേക്കാൻ പറയുകയും പിതാവിനെ അറിയിക്കുകയും പിതാവ് റോമിൽ നിന്ന് പറഞ്ഞു അവർക്ക് അത്ര ആഗ്രഹമാണ് അങ്ങ് എഴുതിയേക്കാൻ പറഞ്ഞു. എന്നാൽ തൂങ്കുഴി പിതാവ് മറ്റോ ഇടപെട്ട് ഏതെങ്കിലും കാരണവശാൽ അത് വിൽക്കുകയാണെങ്കിൽ കോട്ടയം രൂപതയ്ക്ക് 7 ഏക്കർ കൊടുത്തേക്കണമെന്നൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. അപ്പോൾ അത്രയും പോലും കാര്യങ്ങൾ ചെയ്ത ഞങ്ങളുടെ കോട്ടയം രൂപതയെ പിന്നീട് ഞങ്ങളുടെ ആർച്ച് ബിഷപ്പ് സ്ഥാനം വന്നപ്പോൾ 2 വോട്ടിന് തോൽപ്പിച്ചു. ആ സമയത്ത് വിധേയത്തിൽ പിതാവാണ് വന്നിരുന്നു. വിധേയത്തിൽ പിതാവ് ഞങ്ങളുടെ സമുദായത്തിലെ പ്രമുഖരായ 2 പേരോടും ഞങ്ങളുടെ പുല്ലാനപ്പള്ളി ജൂബിലി ജോയിയോടും ഊരാളിൽ ബേബിച്ചനോടും നിങ്ങളുടെ സഭ 10-15 കൊല്ലം കൊണ്ട് തീർന്നു പോകുമെന്ന് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. പിന്നീട് വിധേയത്തിൽ പിതാവിൻ്റെ നീക്കങ്ങൾ ഞങ്ങളുടെ സഭയ്ക്കെതിരായിരുന്നു. അന്ന് സീറോ മലബാർ സഭയുടെ വോട്ടിങ്ങിൽ നിന്ന് പങ്കെടുത്തതിന് ശേഷം അന്നത്തെ ഞങ്ങളുടെ കോട്ടയം ബിഷപ്പ് കുന്നശ്ശേരി പിതാവ് തിരിച്ചു പോന്നിട്ട് പിന്നെ 2.5 കൊല്ലം കഴിഞ്ഞാണ് തിരിച്ചു ചെല്ലുന്നതും
വിധേയത്തെ പിതാവിനെ കാണുന്നത്. വിധേയത്തെ പിതാവിനെ പിന്നീട് കാണുന്ന അവസരം ഞാൻ ഓർക്കുന്നു. കടുത്തുരുത്തിയിൽ 2003 പിതാവിൻ്റെ 75ാം ജന്മവാർഷികം ആഘോഷിക്കുമ്പോൾ AK ആന്റണി ഉൾപ്പെടെ ശിവരാജ് പട്ടേലുള്ള സ്റ്റേജിൽ വെച്ചാണ് ഇവർ കാണുന്നത്. അപ്പോൾ ആ വിധേയത്തിൽ പിതാവിൻ്റെ നീക്കത്തെയും റോം കോട്ടയം കയറിയെടുത്തു അതിനെ പരാജയപ്പെടുത്തി കോട്ടയം അതിരൂപത ഉണ്ടാവുകയും റോം പിന്നീട് എല്ലാ മെത്രാന്മാരും കൂടെ കൂടി അംഗീകരിച്ചാണ് കോട്ടയം രൂപത ഉണ്ടായത്. അപ്പം കോട്ടയം രൂപതയെ സംബന്ധിച്ചിടത്തോളം അന്ന് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. രൂപത തീർക്കപ്പെടുവോ നശിക്കപ്പെടുവോ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ ദൈവം ജ്ഞാനായനത്തിൻ്റെ കൂട്ടത്തിലായിരുന്നു. വീണ്ടും ഈ ആ കാലഘട്ടം കഴിഞ്ഞു. അതിനല്പം മുമ്പ് ഇവരോട് ചോദിച്ച അഭയാക്കേസ് ഉണ്ടാകും. അഭയാക്കേസിൻ്റെ ഒരു പോർഷൻ ഞാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. ഈ കാലഘട്ടങ്ങളും കഴിഞ്ഞ് സഭയെ എന്തെങ്കിലും ബാധിച്ചോ എന്ന് ചോദിച്ചാൽ ജ്ഞാനായ സഭയുടെ ഒരു രോമത്തെ പോലും തൊടാൻ ഇവർക്കാർക്കും സാധിച്ചില്ല എന്ന് ഞാൻ ഒരു ജ്ഞാനക്കാരെന്നുള്ള നിലയ്ക്ക് പറയണം. ഞാൻ എന്തുമാത്രം പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത് ജനം വിലയിരുത്തട്ടെ. രണ്ടാമത് ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചത് ഷൈനി കുഞ്ഞുങ്ങളും മരിച്ചതിനെ പറ്റിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, സഹിക്കാൻ വയ്യാത്തൊരു ദുഃഖം, പ്രത്യേകിച്ച് ആ പിള്ളേരുടെ ഫോട്ടോ കാണുമ്പോൾ. പർപ്പസ്ഫുള്ളായിട്ടല്ലേ ആദ്യ കുർബാനയുടെ ഫോട്ടോ മാത്രം ഇട്ട് കാണിക്കുക. അതായത് ആദ്യ കുർബാന ചെയ്യപ്പെട്ട പിള്ളേർ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ ഫോട്ടോയിൽ കണ്ടു. അവരും സൂയിസൈഡ് ചെയ്തെന്നുള്ള ഭാഷ്യത്തിലല്ലേ എല്ലാവരും സംസാരിക്കുന്നത്. എൻ്റെ ചോദ്യം, ഈ സമൂഹത്തിനോട് കഷ്ടപ്പെടുന്നവർക്കും ബുദ്ധിമുട്ടുന്നവർക്കും ഇവരുടെ ചിത്രീകരിച്ച് എന്തു മെസ്സേജാണ് കൊടുക്കാനുള്ളത്? നാളെ ഇതുപോലെ ചാകുന്നവർ എല്ലാം പോയി ചത്തോളാനാണോ മെസ്സേജ് കൊടുക്കുന്നത്? അതിനെ അതിജീവിച്ച് പോകുന്ന ഒരു മെസ്സേജ് കാര്യങ്ങൾ ഏത് മീഡിയക്കാരിവിടെ ചെയ്യും? അപ്പോൾ ഞാൻ വീണ്ടും ഞങ്ങളുടെ ജ്ഞാനായ സഭയുടെ കാര്യത്തിലേക്ക് വരുന്നത്. ജ്ഞാനായ സഭയ്ക്ക് ഷൈനി സംഭവം പോലെയുള്ള കാര്യങ്ങൾ ഒരു പുത്തിരിയല്ല. അത് ഞങ്ങളുടെ ഒരു വൈദികനെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കാണാനുള്ള രസത്തിന് വേണ്ടിയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുള്ളൂ. ഇനി മറിച്ച് നാടൻ ഭാഷയെ പറഞ്ഞ ഞങ്ങളുടെ കരുതത്തിലൊക്കെ ചിലർ കഥ പറയും. പണ്ടൊരു അണ്ണാൻ ഒരു പിടിയാനയുടെ പുറത്ത് കയറിയിരുന്നു. അവനാണ്ട് ചൊറിഞ്ഞു. അപ്പം ആന നിങ്ങൾക്കറിയാം ഇടയ്ക്കിടയ്ക്ക് ചെവിയിട്ടടിക്കും. ഉടനെ അവൻ ചോദിച്ചു, കൊച്ചു കള്ളി നിനക്ക് വേദന എടുത്തോന്ന് ചോദിച്ചു. ആന അറിഞ്ഞിട്ട് പോലുമല്ല ഇരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയേ ഉള്ളൂ ജ്ഞാനായക്കാർക്ക് ഈ യൂട്യൂബർമാരുടെയും ഈ ചില ചാനലുകളുടെയൊക്കെ ഞങ്ങളെ ബാധിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭയാക്കേസ് ഉണ്ടായതിന് കഴിഞ്ഞ 10-25 കൊല്ലത്തിനടുത്തേക്ക് എടുത്തു. ഞങ്ങളുടെ ആളുകൾ വീണ്ടും വീണ്ടും വിദേശത്തെത്തുകയും വിദേശത്തെത്തി ജമാനിക്കുന്നവരല്ല, ബിസിനസ്സിലും അനേക രംഗങ്ങളിലും വളരെ മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ കേരളത്തിലെ കാര്യം എടുത്തു, നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന മീഡിയയോ സിനിമാ ഫീൽഡുകളോ എടുത്തു. ഞങ്ങളുടെ ഗ്രാനായക്കാരായ ജ്യോതി ജോർജ്, ലിസ്റ്റിൻ സ്റ്റീഫനാണ്, കുറുപ്പന്തറ അപ്പുറത്തുള്ള ദിലീഷ് പോത്തന്, ആ മേഖലയിൽ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളുടെ ആൾക്കാർ. സാർ, അപ്പോൾ ഇത്രയും എല്ലാ കാര്യത്തിലും ഇപ്പോൾ പ്രാചീനമായിട്ടുള്ള നമ്മുടെ ഹിസ്റ്ററി മുതൽ നോക്കിക്കഴിഞ്ഞാൽ ജ്ഞാനായക്കാർ വളരെ വലിയൊരു ഹിസ്റ്ററി ഉണ്ട് അവർക്ക്. അതായത് അവർ വന്ന ഒരു തുടങ്ങിയ ഒരു കാലം തൊട്ട്. പക്ഷെ ഇപ്പോൾ ഈ ജ്ഞാനായ സഭയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതായത് അടുത്തടുത്തായിട്ട് കേൾക്കുന്നുണ്ട്. അതായത് അടുത്തടുത്ത പള്ളികളിലാണെങ്കിലും രണ്ട് രീതിക്ക് ചേരി തിരിഞ്ഞുള്ള ഒരു രീതികളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത് ആ ഒരു വിഷയത്തിൽ? അല്ലെ, നിങ്ങൾ ഒരു ഒറ്റ വാക്കൂടെ പറഞ്ഞിട്ട് അതിന്റെ ഉത്തരം ഞാൻ പറയാം. അതായത് ഞാൻ പറഞ്ഞു, കേരളത്തിലെ കാര്യം പറഞ്ഞു. കേരളത്തിലെ ബിസിനസ് ഫീൽഡിലും ഞങ്ങളുടെ ആൾക്കാർ വളരെ മുന്നേ തന്നെയാണ് നിൽക്കുന്നത്. വീണ്ടും നിങ്ങൾ അമേരിക്കയിലേക്ക് പോയാൽ മിസൗറിയിലെ മേയർ ഗ്രാനായക്കാരനാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഞങ്ങളുടെ ഗ്രാനായക്കാരുണ്ട്. ഇന്ന് അമേരിക്കയിലെ മെഡിക്കൽ ഫീൽഡും കഴിഞ്ഞ അനേക ബിസിനസ് മേഖലകളിൽ അനേകം പേരുണ്ട് ഗ്രാനായക്കാർ. ഞാൻ പേരെടുത്ത് പറഞ്ഞ സമയം കളയാത്തതുകൊണ്ട് ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല. പേര് പറയാനാണ് ഒരു 10-15 വൻ ബിസിനസ്സുകാർ അമേരിക്കയിലുണ്ട്.
ഞങ്ങളുടെ വളർച്ച ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ സഹോദരി ചോദിച്ചതിന് ഉത്തരം ഞാൻ പറയാം. ഇവിടുത്തെ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒന്നുമല്ല. ഈ യൂട്യൂബർമാരും ഇതും പറയുന്ന കണ്ടല്ലേ നിങ്ങൾ പറഞ്ഞത്. പിന്നെ പറയാൻ പറ്റുന്നത് ആകെ ഉള്ളതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ സീറോ മലബാറിലേക്ക് ഞങ്ങളെ ലയിപ്പിക്കൂ എന്ന് പറഞ്ഞ് സംശയാലുക്കളായ കുറേ ആൾക്കാരുണ്ട്. അവരത് ചിന്തിക്കുന്നതിൻ്റെ കാരണവും ശരിയാണ്. കാരണം ഇതിനു മുമ്പ് സീറോ മലബാറിൽ നിന്ന് ഞങ്ങളുടെ സമുദായത്തിനെതിരായ ചില നീക്കങ്ങൾ ഉണ്ടാകുകയും ഞങ്ങളുടെ മെത്രാന്മാരും ഇപ്പോഴത്തെ ഞങ്ങളുടെ മെത്രാൻ ജൂനിയറായിരിക്കുന്ന കാലത്താണ് അങ്ങനെ ഉൾപ്പെടെ അതിനെ അതിജീവിക്കുകയും ചെയ്തത്. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഭയമില്ല. അത് സംബന്ധിച്ച് ഞങ്ങളുടെ ചില സംഘടനകളുണ്ട്. ഞാനത് ഓൾറെഡി പറഞ്ഞു. ഞങ്ങളുടെ ചില പ്രൊഫസർമാരും ഉള്ളവരൊക്കെ പറയുന്നത് അവരുടെ സംശയം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞ പള്ളികളിൽ നിങ്ങൾ എന്നോട് ചോദിച്ചത് വെച്ച് പറയുമ്പം ചില വൈദികരുടെ കാര്യം ചോദിച്ചു. വൈദികർ, ഞാനൊരു കാര്യം പറയട്ടെ. സാക്ഷാൽ യേശുക്രിസ്തുവിൻ്റെ കൂട്ടത്തിൽ 12 പേരുണ്ടായതിൽ ഒരുത്തൻ ചതിവ് കാണിച്ചു. ഞങ്ങളുടെ വൈദികർ എന്ന് പറഞ്ഞാൽ സാധാരണ രൂപതകളിൽ ഉണ്ടാകുന്ന വൈദികർ പോലെയല്ല. ഞങ്ങളുടെ കുടുംബങ്ങൾ സുഭിക്ഷമായും സന്തുഷ്ടമായിട്ടുമുള്ള കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളിൽ നിന്ന് വൈദികരെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വൈദികരെ പറ്റി ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണുള്ളത്. പക്ഷെ കുറച്ച് പേർക്കൊക്കെ വാശി കൊണ്ടോ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ പ്രശ്നം ഉണ്ടായെന്ന് വരാം. ചിലപ്പം അവരെ പൊക്കത്തിൽ നിന്ന് നിയന്ത്രിക്കുന്നതിൻ്റെയൊക്കെ കുഴപ്പങ്ങൾ വരാം. ഞങ്ങളുടെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വൈദികരും ദൈനംദിനം പള്ളി ചെയ്യുന്നത് നോക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞത് നീണ്ടൂർ പള്ളിയിലെ പ്രശ്നമാണ്. നീണ്ടൂർ പള്ളിയിലെ പ്രശ്നം എന്ന് പറഞ്ഞത് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെടും വലിയ താമസമില്ലാണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്നോട് വീണ്ടും അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു. ശരിയായിരിക്കാം, അവിടെ എലക്ട് ചെയ്യപ്പെട്ട ഒരാളെ ആക്കിയില്ലായിരിക്കാം. അത് ചിലപ്പോൾ വികാരിക്ക് പറ്റിയ അബദ്ധമായിരിക്കും. അത് അവിടെ രൂപത അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും അവർ പിതാവിനാണ്ട് പെറ്റീഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ താമസമില്ലാണ്ട് പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ പല പള്ളികളെ പറ്റിയും വൈദികരുടെ കാര്യങ്ങളും ഒക്കെ ഇന്നലത്തെ വേറൊരു വീഡിയോയിൽ കണ്ടു. അത് ഇൻഡിവിജ്വലായിട്ട് ഒരു വൈദികനെ ഏൽപ്പിക്കുന്ന കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക സഭയിലെ ഏറ്റവും മനോഹരവും എലൈറ്റും ഭക്തരുമായിട്ടുള്ള വൈദികരെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നൊരു വൈദികൻ ഉണ്ടാകുന്നത് ദൈവശക്തി കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റ് സ്ഥലങ്ങളിലെ പോലെ എനിക്കറിയാം, ആസാമിലെ വൈദികരെ പറ്റി അറിയാം. പണ്ട് ഇവിടെ നിന്നുള്ളവരായിരുന്നു, ഇപ്പോൾ അവിടെയുള്ള ഒരുപാട് വൈദികരുണ്ട്. അങ്ങനെ ഈ ലോകം മുഴുവനുള്ള വൈദികരെ വെച്ച് നോക്കിക്കഴിയുമ്പം ഞങ്ങളുടെ കോട്ടയം ഡയോസിസിൻ്റെ വൈദികർ എലൈറ്റ് വൈദികരാണ്. അതിൽ കുറേ പേർക്കൊക്കെ പെശക് പറ്റും. ആ പെശക് പറ്റുന്നത് കുറേ പണം കൈകാര്യം ചെയ്യുമ്പോഴാണ്. ഈ ഒരു ഇടവകയിൽ ഒരു അച്ഛൻ പണം യഥാർത്ഥത്തിൽ ഈ ഇടവക്കാരുടെ കുഴപ്പമാണ്. കാരണം നീണ്ടൂരും അതാ സംഭവിച്ചേക്കുന്നത്. ഇടവക പൊതുയോഗം പാസ്സാക്കിയത് അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് രൂപതേന്ന് തിരുത്തുന്നത്. പിന്നെ മറ്റ് പള്ളികളിൽ ഇടവക്കാർ സജീവമാണെങ്കിൽ ഒരു വൈദികനൊന്നും ചെയ്യാൻ പറ്റിയല്ല. പൊതുയോഗ കാര്യങ്ങൾക്കാണ് അധികാരം. പൊതുയോഗത്തിന് ആരും എത്തിയല്ല. അപ്പം അവിടെ വരുന്നത് കൊള്ളില്ലാത്തവരാവണെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളും അവരെ മിസ്യൂസ് ചെയ്യുന്ന വൈദികരൊക്കെ ഓരോ പള്ളിയിലുണ്ട്. ഞങ്ങളുടെ കട്ടിരുത്തി പള്ളിയിൽ ചില പൊതുയോഗത്തിന് 25-30 പേര് കാണും. ചിലപ്പോൾ 75-80 പേര് കാണും. 75-80 പേരുള്ളവർ പിറ്റേ അത്രയും പേര് ആ പൊതുയോഗത്തിൽ വന്നില്ലെങ്കിൽ ചിലപ്പോൾ അച്ഛനുൾപ്പെടെ ഉള്ളവർ ആ പൊതുയോഗ തീരുമാനങ്ങൾ മാറ്റും. അവരുടെ സൗകര്യം പോലെയൊക്കെ ചെയ്യും. അപ്പോൾ പൊതുയോഗം എന്ന് വിജിലൻ്റ് ആയിരിക്കണം. ആ വിജിലൻ്റ് ആണെങ്കിൽ ഒരു പള്ളിയിലും കള്ളത്തരം നടക്കുകയില്ല. പിന്നെ പള്ളിയിലുള്ള ഇടവക്കാരിൽ 2-3 പേരെങ്കിലും കൂടാണ്ട് ഒരു വൈദികനും കള്ളത്തരം ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കൂടിയൊക്കെ കുറേ പൈസയുടെ വ്യത്യാസങ്ങളൊക്കെ വരും. അങ്ങനെ പല സ്ഥലത്തൊക്കെ കണ്ടു. അതൊക്കെ നെഗ്ലിജിബിളാണ്. പിന്നെ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നീണ്ടുപോക്ക് പ്രശ്നമൊന്നും നീണ്ടുപോവുകയില്ല, അത് തീരും. നീണ്ടുപോക്ക് പ്രശ്നം കോട്ടയം രൂപതയിൽ ഇത്രയും പള്ളിയുള്ളവിടത്ത് ഒരു പള്ളിയിലെ പ്രശ്നം സഭയെ മുഴുവൻ ബാധിക്കണമെന്ന് നിങ്ങൾ ധരിച്ചു പോയെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയതാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഞങ്ങളുടെ മെത്രാപ്പോലീത്ത ഞങ്ങൾക്ക് വ്യക്തമായ റീഡിംഗ് ഉണ്ട് അദ്ദേഹത്തെ പറ്റി. അദ്ദേഹം ഭക്തനാണ്, അദ്ദേഹം ഒരു സന്യാസിയാണ്. രാഷ്ട്രീയമായ ചാതുര്യങ്ങളൊന്നും അദ്ദേഹത്തിനില്ല, രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം. മറ്റ് ഒരു മെത്രാന്മാരെ പോലെ പൊളിറ്റിക്കലായിട്ടും ഒന്നുമില്ല, അങ്ങനെ വലിയ തന്ത്രജ്ഞനൊന്നുമല്ല. ഒരു പ്യുവർ ഭക്തൻ, ഒരു സന്യാസി. അത് ഞങ്ങൾ ചിന്തിക്കുന്നത് കാലാകാലങ്ങളിൽ ദൈവം തരുന്ന ഇടയന്മാരെ അനുസരിക്കുക എന്നുള്ളത്. ചിലർ അങ്ങനെ കുറ്റം പറയാറുണ്ട്, എതിർക്കാറുണ്ട്, ചെയ്യാറുണ്ട്. നമ്മുടെ വീട്ടിലെ സ്വന്തം അപ്പൻ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പുറത്ത് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് പരിഹരിക്കുക, അത് സഹിക്കുക, അല്ലേ അപ്പനോട് ചേർന്ന് പോവുക. അപ്പോൾ ഈ പറയുന്നത് ഒരു ചെറിയ പെർസെൻറ്റേജ് ആൾക്കാരേ ഉള്ളൂ, വളരെ മൈന്യൂട്ട്. ബാക്കി ഉള്ളവർക്ക് ഞങ്ങളുടെ പിതാവിനെ പറ്റിയോ മെത്രാന്മാരെ പറ്റിയോ പരാതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിതാവിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. അദ്ദേഹം സീറോ മലബാർ സഭയുടെ കഴിഞ്ഞ സിനഡ് ഇലക്ഷൻ നടത്തിയപ്പോൾ ആ ഇലക്ഷൻ്റെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തെ പേട്രിയാർക്ക് ആക്കാൻ വേണ്ടി ആലോചന ഞങ്ങൾ കേട്ടേക്കണം. പക്ഷേ അദ്ദേഹം താല്പര്യപ്പെട്ടില്ല. ഒരുപക്ഷെ ഞങ്ങളുടെ മുൻ പിതാക്കന്മാരുടെ കൂട്ട് മാക്കി പിതാവിന് ഉണ്ടാകുന്ന അനുഭവം വേണ്ടെന്ന് അദ്ദേഹം വെച്ച് കാണും. അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി വെറും സന്യാസിയുടേതാണ്. എന്നാൽ രാഷ്ട്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എത്രയോ ഗവർണർമാർ അദ്ദേഹത്തെ കാണാൻ അരമനയിലെത്തി. BJPയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് അദ്ദേഹത്തെ കാണാനെത്തി. അപ്പോൾ രാഷ്ട്രീയമായിട്ടും ഈ നാഷണൽ ലെവലിൽ പോലും അദ്ദേഹം അറിയപ്പെടുന്ന ആളാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ചെറിയൊരു ഗ്രൂപ്പ് ആൾക്കാർ അദ്ദേഹം സീറോ മലബാറിനെ വിൽക്കാൻ പോകുന്നു, തട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉന്നയിക്കാറുണ്ട്. അത് അവരുടെ സംശയം. പിന്നെ ചില ഞങ്ങളുടെ രൂപതയിൽ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളെ പറ്റിയൊക്കെ ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഈയിടയ്ക്ക് ഞങ്ങളുടെ ഒരു പ്രൊഫസർ ഒരു റിസർച്ച് നടത്തിയായിരുന്നു. 40 വാട്സപ്പ് ഗ്രൂപ്പിൽ 200, 300, 400 മെമ്പേഴ്സ് ഉള്ളതിൻ്റെ അകത്ത് 5-10 പേരാണ് പോസ്റ്റിങ്ങുകൾ നടത്തുന്നത്. ബാക്കി ആ 5-10 പേര് തന്നെ തംസപ്പും യേസും ഒക്കെ അതിന് വെച്ചു കൊടുക്കും. അതുമായിട്ട് ഗോൾബലകമായിട്ട് വേറെ കുറേ ചെറിയ ഗ്രൂപ്പുകളുണ്ട്. അതൊന്നും സമുദായത്തിൻ്റെ മുഖ്യധാരയെ വരുന്നതല്ല, തന്നെയല്ല. ഇവരെല്ലാം ഞങ്ങളുടെ ഗ്രാനായക്കാരാണ്. ഞങ്ങളുടെ പഠനത്തിൽ ഈ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്നവർ അവർക്ക് പ്രതികരിക്കാനും പത്രത്തെ ഒരു വാർത്ത വരുത്താനും ഒന്നും വേറെ വശയില്ല. അപ്പം വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തോ എഴുതി കഴിഞ്ഞാൽ എഴുതുന്നതൊക്കെ വായിക്കണ കേട്ട് കഴിഞ്ഞാൽ അത് രസം. ഇൻ്റർനാഷണൽ കാര്യങ്ങൾ വരെ, ലോകോത്തര യുദ്ധങ്ങളും എക്കണോമിക്സും പൊളിറ്റിക്സും ഒക്കെ തട്ടിവിടുന്ന വിദ്വാന്മാരും വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അവനും അതാരൊന്നും വായിക്കാറ് പോലുമില്ല. അപ്പം നിങ്ങൾ ഈ കേട്ടേക്കുന്ന കോട്ടയം രൂപതയ്ക്കകത്ത് പ്രശ്നം എന്ന് പറയുന്ന ഭാഗം നിങ്ങളിപ്പോൾ ചോദിക്കാൻ കാരണം ഷൈനി എന്ന സഹോദരിയുടെ മരണം സംബന്ധിച്ച് നിങ്ങളെയൊക്കെ വേദനിപ്പിച്ച് കാണും. നിങ്ങളവിടെ ചെന്ന് കാണും, നിങ്ങളും കണ്ടു കാണും. നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന് മെസ്സേജും വ്യൂവേഴ്സും ഒക്കെ. പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത്. ഇത് കാനായ സമുദായത്തെ ഒന്നും ബാധിക്കുകയില്ല. ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഒരു രോമം പോലും എഴുതെടുക്കാൻ ഈ പ്രശ്നങ്ങൾ കൊണ്ടൊന്നും സാധിക്കുകയില്ല. പിന്നെ നോക്കുന്നത് ഞങ്ങളുടെ ഒരു വൈദികനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. അത് കുറ്റവാളിയാണെങ്കിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അത് ചെയ്യട്ടെ. ഇത്രയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പക്ഷേ ഒരു കാര്യം, നമ്മള് ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞില്ലേ, ഒരു വൈദികന്റെ ഒരു ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സന്തുഷ്ടവും സമാധാനവും ഒക്കെ ഉള്ള അവിടെ നിന്നാണ് എന്തായാലും വരുള്ളൂ. അതുപോലെ തന്നെ ജ്ഞാനായ സഭയിലെ വൈദികരാരും തെറ്റ് ചെയ്യത്തില്ല എന്നുള്ളൊരു രീതിക്ക്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഷൈനിയുടെ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു വൈദികൻ അവിടെ ഉണ്ടായിട്ട് കൂടി അത് പരിഹരിക്കാൻ ശ്രമിച്ചില്ല? ഉത്തരം പറഞ്ഞു കഴിഞ്ഞാല് വൈദികനല്ല, മെത്രാനുള്ള വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ നൂറുകണക്കിനല്ല, ഡസൻ കണക്കിന് വൈദിക പാരമ്പര്യമുള്ള ഗ്രൂപ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഇവിടെ ഒരു വൈദികനേ ഉള്ളൂ. ആ ഒരു വൈദികൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ആ വൈദികൻ്റെ പറ്റി ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസ് വിളിച്ചപ്പോൾ ചെന്നു എന്ന് മാത്രമേ ഇവരെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി
എല്ലാം നിങ്ങൾ ഒന്ന് പഠിച്ചു നോക്ക്. ഈ ഷൈനി എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല. ഷൈനിയുടെ വീട്ടുകാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ പോലീസ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ പറഞ്ഞേക്കുന്നത്? പിന്നെ ഈ യൂട്യൂബിൻ്റെ വ്യൂവേഴ്സിൽ ഞാൻ പറഞ്ഞു 5000 ശിഷ്ടം മെസ്സേജസിൻ്റെ കമൻസ് ഞാൻ വായിച്ചു നോക്കി. അത് കത്തോലിക്ക വിരുദ്ധർ, ഗ്രാനായ വിരുദ്ധർ ആയിട്ടുള്ള കുറേ വിഭാഗങ്ങളാണ്. ചില കമൻറ്റുകൾ വന്നുകൊണ്ട് നിങ്ങളുടെ ശുദ്ധരക്തം പ്രൈവേറ്ററാക്കി. ഞങ്ങളുടെ ശുദ്ധരക്തമാണെന്നൊന്നും ഞങ്ങൾ പറയാറില്ല, ഞങ്ങൾ മനുഷ്യരക്തമാണെന്നേ പറയുന്നു. അപ്പം അവരുടെ ഉദ്ദേശം എന്നാ? ഗ്രാനായക്കാരെ ആക്ഷേപിക്കുക. ഞങ്ങളുടെ വംശത്തിൽപ്പെട്ട ഞങ്ങൾ ഒരു ഗ്രാനായ സ്ത്രീയും കുട്ടികളുമായി പോയതുകൊണ്ട് അതിൻ്റെ ജാളിത ദുഃഖം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആ നിമിഷത്തിൽ ആ കുട്ടികളെ കൂടെ കൊലയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നതിൽ എനിക്കൊരു വിഷമവും ഇല്ല. പക്ഷെ അന്നത്തെ മനസ്ഥിതി എന്താണ്? ആ മനസ്ഥിതി ശരിയോ തെറ്റോ? ആ മനസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് വേറെ ആരും ഇത് ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് വരേണ്ടതല്ലേ സമൂഹം എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ഈ നിങ്ങൾ ചോദിച്ച സഭയ്ക്കകത്ത്, ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഈ വിഷയങ്ങളുണ്ട്, ചില കാര്യങ്ങളിൽ സംസാരിക്കാനുണ്ട്. അതിന് ഞങ്ങളുടെ സഭയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഷിബി പഴയമ്പള്ളി ഏഷ്യാനെറ്റിൽ അദ്ദേഹം പ്രതികരിച്ചല്ലോ. അത് KSSൻ്റെ പ്രസിഡന്റും സംഘാടകനും അദ്ദേഹം. വേറെ ആരാ? നിങ്ങളുടെ എൻ്റെ അകത്ത് ഇന്നലെ ഞാൻ കണ്ട ഒരു KCSO ഏതാണ്ടൊരു സംഘടന, ഗ്രാനായ കാത്തലിക് സൊസൈറ്റി എന്നുള്ളത്, നിങ്ങളുടെ ചാനലിൻ്റെ അകത്ത് ആദ്യമായിട്ടാണ് കണ്ടത്. അതിനകത്ത് എന്തുമാത്രം പേരുണ്ടോ അവരൊരു മീറ്റിംഗ് നടത്താൻ പോകണമെന്നൊക്കെ കണ്ടു. അത് ആർക്കും ആകാമല്ലോ. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ അറ്റ് പ്രസൻറ്റ് ഈ വർത്തമാനകാലത്ത് ഉണ്ടായിരിക്കുന്ന ഷൈനി മരണ സംഭവം സഭയ്ക്കകത്ത് പ്രശ്നമുണ്ട്. ഷൈനി സംഭവവും നീണ്ടൂപ്പള്ളിയിലെ പ്രശ്നമായിട്ടൊരു ബന്ധമില്ല. നീണ്ടൂപ്പള്ളിയിലൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത് പുതിയ വികാരി ജനറാളുമായിട്ട് അവർ പോയി സംസാരിച്ചിട്ടുണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ വികാരി ജനറാൾ ഒരു ഹീറോയായ മനുഷ്യനാണ്. പഴയ വികാരി ജനറാൾ വെട്ടിക്കാടച്ചൻ ഞാൻ പറയുവാണെങ്കിൽ ഒരു പുലിയായിരുന്നു. കാരണം അങ്ങനെ സഭയും സമുദായത്തെ എല്ലാം സംഘടിപ്പിക്കും, എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യും. പിന്നെ അങ്ങോട്ട് ചൊറിയാൻ ചെന്നാൽ പിടിയല്ല. അപ്പോൾ എന്തോ വിഷയങ്ങൾ പുള്ളിക്ക് ഉണ്ടായി എന്ന് ധരിക്കുന്നില്ല. അദ്ദേഹം വീണ്ടും ദീപയുടെ എഡിറ്ററായിട്ട് പോയി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഞാൻ പറയുന്നു, നീണ്ടൂപ്പള്ളി പ്രശ്നം ഒരു പള്ളിയിലെ പ്രശ്നമാണ്. പക്ഷേ ഈ നീണ്ടൂർ പള്ളിയിലെ അച്ഛനെ പറ്റി അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന പള്ളികളിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളാലാണ് ഇറങ്ങി പോകുന്നതെന്നുള്ളതൊക്കെ പറയുന്നു. അതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? നിങ്ങൾ വീണ്ടും നീണ്ടൂപ്പള്ളി അച്ഛൻ്റെ കാര്യം എന്നോട് ചോദിക്കും. അല്ല, അവിടുത്തെ പ്രശ്നങ്ങളില്ലാന്ന് പറയുമ്പോൾ അറിയാൻ പാടില്ല. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ഒരു പക്ഷേ പ്രശ്നമുള്ള പള്ളികളിലേക്കായിരിക്കും അങ്ങേരെ വിട്ടത്. ആ പ്രശ്നത്തെ അദ്ദേഹം അഭിമുഖീകരിച്ചപ്പോൾ ആ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി അദ്ദേഹം വല്ലതുമൊക്കെ ചെയ്തു കാണും. അപ്പം ജനങ്ങൾ അങ്ങനെ എതിർത്ത് കാണും. നീണ്ടൂപ്പള്ളിയിലും പ്രശ്നം ഉണ്ടായിരുന്നപ്പോഴാണോ അദ്ദേഹം അവിടെ വന്നുവെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാൽ ആളുകളുടെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ടു. നീണ്ടൂപ്പള്ളിയായിട്ട് ഞങ്ങളൊക്കെ വളരെ ബന്ധപ്പെട്ടതാണ്, അവിടുത്തെ ഇടവക്കാരുമായിട്ട്. പിന്നെ തെറ്റിദ്ധാരണകൾ വരും. നീണ്ടൂപ്പള്ളിയിലെ ഒരു കൈക്കാരൻ പള്ളിക്കും പിന്നെ സ്ഥാപനങ്ങൾക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയും പള്ളിയുടെ 1 രൂപ പോലും പോകാണ്ടിരിക്കുകയും പള്ളിയുടെ വരുമാനം തന്നെ രൂപതയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ആണ്ടിലേക്ക് 10-15 ലക്ഷം രൂപ ആക്കിയെന്നൊക്കെയാണ് അവർ പറയുന്നത്. അദ്ദേഹത്തെ കളിയാക്കി അവിടെ അരിക്കൊമ്പനെന്നും പുതിയ വികാരി വന്നപ്പോൾ കുങ്കിയാനെ ഇറക്കിയെന്നും ഒക്കെ തമാശയായിട്ട് ഞങ്ങളുടെ രൂപതക്കാർ പറയായിരുന്നു. കോട്ടയം രൂപതയിൽ ഞങ്ങളുടെ മെത്രാന്മാരുടെ അടുത്ത് ഇതിനു മുമ്പിരുന്ന മെത്രാന്മാരുടെ അടുത്തൊക്കെ രൂപതയിൽ നിന്ന് പലരും ചെന്ന് ആക്രമിക്കുകയും ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ രൂപതാ മെത്രാന്മാരാരും ഇന്ന് വരെ ഒരു പോലീസിനെ വരുത്തിയിട്ടില്ല. അത് ജനങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്.
അങ്ങനെ പോലീസിനെ വരുത്തിയെങ്കിൽ അത് ശരിയായി കാണുകയില്ല. അതുകൊണ്ടായിരിക്കും അവിടെ അത്രയും കൂടെ അജിറ്റേറ്റ് ചെയ്ത് ആൾക്കാർ നിന്നെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും പോലീസിനെ വരുത്തിയതിനും ഒക്കെ പിതാവിന് ബന്ധമുണ്ടെന്ന് ഞാൻ ധരിക്കുന്നില്ല. അദ്ദേഹത്തിന് ഒരു അറിവും ഇല്ലാണ്ടിരിക്കാനാണ് വഴി. അദ്ദേഹം അത് അറിഞ്ഞാൽ അതൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നീണ്ടുപള്ളിയുടെ കാര്യത്തിൽ ഞാൻ കേട്ടത് അവിടെ അജിറ്റേറ്റ് ചെയ്ത് ആൾക്കാർക്ക് കൂടുതൽ വിഷമത്തിലാക്കിയത് ഇടവക വികാരിയോ ആരൊക്കെയോ പോലീസിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷെ അവരത് അരമനയിലൊക്കെ അറിയിക്കുകയും അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ നിന്ന് ഒരു നല്ല രീതിക്കുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ ഒന്നും ഉണ്ടായില്ല, ഒരു യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്കൊരു നീതി കിട്ടേണ്ടതായ രീതിക്ക് ഇത്തരത്തിലൊരു പ്രശ്നം അവിടെ പരിഹരിക്കാൻ പാകത്തിന് ഒരു നല്ലൊരു അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നും ഉണ്ടായില്ലെന്നാണ് ഇപ്പൊ നീണ്ടൂർ പള്ളിയിലെ. നിങ്ങൾ 4 ദിവസം മുമ്പ് കണ്ട കാര്യമല്ലേ? നമുക്ക് ഇത്തരത്തിൽ കിട്ടുന്ന അറിവുകൾ വെച്ചാൽ നമുക്ക് ചോദിക്കാം. അറിവ് ശരിയായിരിക്കാം, പരിഹാരം ഉണ്ടാക്കാണ്ടിരിക്കാൻ സാധിക്കില്ല. അവിടെ പരിഹാരം വിത്തിൻ ഷോർട്ട് ടൈം നീണ്ടൂപ്പള്ളിയിൽ പരിഹാരം ഉണ്ടായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ധാരണ. ഞങ്ങളുടെ പിതാവ് അറിഞ്ഞിട്ടുണ്ടാവില്ല എൻ്റെ സാരാംശങ്ങൾ. ഇനി ഇല്ലെങ്കിൽ ഞങ്ങളത് പിതാവിനെ ധരിപ്പിക്കും. അവിടുത്തെ പ്രശ്നം പിതാവ് ഇടപെടും, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പിതാവിന് നിങ്ങൾ പോയ കൂട്ടത്തിൽ അറിഞ്ഞു കാണും. ഒരു കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ടാണ് അവർ 250 പേർ ഒപ്പിട്ടൊരു ഇത് കൊടുത്തേക്കുന്നത്. അതൊരു വൈദികൻ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സീനിയർ വൈദികനും നീണ്ടുപള്ളിയിൽ ഇപ്പോഴത്തെ വികാരി രൂപതയ്ക്ക് അനേക സേവനങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ അനേക സേവനങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയെ ഒരു കാരണത്തെ പെട്ടെന്ന് എടുത്ത് മാറ്റാനോ ക്രൂശിക്കാനൊന്നും പിതാവിന് പറ്റിയില്ല. പിന്നെ ആ നീണ്ടുപള്ളിയിൽ തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ ചെന്ന് കഴിഞ്ഞപ്പം 2 കൂട്ടരുമായിട്ട് ഒരു ബോർഡ് കണ്ടുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പോൾ ബോർഡിൽ ആദ്യ പേരെഴുതി പുള്ളിയെ ഞാൻ ഫോണിൽ വിളിച്ചത് വരുന്നെന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ കേട്ടു. തൊട്ട് പുറകെ വന്ന 2-3-4 പേരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ അരമനയിൽ ചെന്നപ്പം പിതാവിനെ കാണാൻ പറ്റിയില്ല, ഞങ്ങളങ്ങ് വിളിച്ചോളാമെന്ന് പറയുന്നേ സംഭവിച്ചിട്ടുള്ളൂ. വേറൊരാളോട് കണ്ടപ്പം വളരെ രൂക്ഷമായിട്ട് അച്ഛനെ സപ്പോർട്ട് ചെയ്തും പറഞ്ഞു. അപ്പോൾ 2 കൂട്ടരും അവിടെ ഉണ്ട്. അത് നിങ്ങളീ പറയുന്നെങ്കിലും ഗ്രാനായ കത്തോലിക്ക സഭയ്ക്ക് കോട്ടയം രൂപതയ്ക്ക് നീണ്ടുപള്ളി ഒരു ഇടവകയുടെ കാര്യമുള്ളെന്ന് ഞാനീ പറഞ്ഞു. പക്ഷേ ഒരു ഇടവകയുടെ കാര്യം മൊത്തത്തിൽ അത് ബാധിക്കും. അത് ബാധിക്കാണ്ടിരിക്കാൻ രൂപത അധികൃതർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഷൈനി സംഭവമോ അഭയ സംഭവമോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ക്രാനായ സമൂഹത്തെ ബാധിക്കുന്ന ഒന്നുമല്ല. ഞങ്ങളുടെ ക്രാനായ സമൂഹം വളർന്നുകൊണ്ടായിരിക്കണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് നിങ്ങൾ കേരളത്തിലെ എടുത്തു, അമേരിക്കയിലെ എടുത്തു, ബ്രിട്ടനിലെ എടുത്തു, എവിടുത്തെ വേണേലും ചരിത്രമെടുത്തു, ഞങ്ങളുടെ ആൾക്കാർ മുന്നോട്ട് തമ്പുരാൻ കൂടുതലുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങളെ പറഞ്ഞു പിടിപ്പിച്ച് പറഞ്ഞേക്കുന്നത് സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം ഞങ്ങളുടെ സമുദായം നിലനിൽക്കുമെന്നാണ്. ഞാൻ ഒന്നുകൂടെ കടത്തി പറയുന്നു, കൽപ്പാന്തകാലത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ മേല, നിങ്ങളത് പഠിക്കുക. കൽപ്പാന്തകാലത്തോളം ഞങ്ങളുടെ ഗ്രാനായക്കാർക്കും ഞങ്ങളുടെ ഗ്രാനായ സഭയ്ക്കും ഒന്നും സംഭവിക്കില്ല. ദൈവം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. സാറിപ്പോൾ പൂർണ്ണമായിട്ടും ഗ്രാനായ സഭയെ പിന്തുണച്ച രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ അച്ഛന്മാരാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു തെറ്റും ചെയ്യില്ല, അവിടുത്തെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന അച്ഛന്മാർക്കൊക്കെ നല്ല ക്യാരക്ടറാണ്, അങ്ങനത്തെ രീതിയിലാണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഷൈനിയുടെ കേസിൽ യാതൊരു പ്രതികരണം ഗ്രാനായ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? ഒരു വിഭാഗം മാത്രമാണ്. എൻ്റെ സഹോദരി, ഞാൻ പറഞ്ഞുതരാം. കത്തോലിക്ക സഭയുടെ നിയമപ്രകാരം ഒരു സൂയിസൈഡ് ചെയ്താൽ അങ്ങനെ തെമ്മാടിക്കുഴിയിലാണ്. അതിനെപ്പറ്റി പഠിക്കും. തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞാൽ എല്ലാ ചവക്കോട്ടയ്ക്കകത്തും അങ്ങനെയുണ്ട്. എന്നാൽ ഞങ്ങളുടെ ഗ്രാനായക്കാരുടെ പള്ളികളിൽ ഞങ്ങളത് ചെയ്യാറില്ല. കാരണം ഒരു ഗ്രാനായക്കാരനോ ഗ്രാനായക്കാരത്തെയോ അപമൃത്യു സംഭവിച്ചാൽ അവരെ ഒറ്റപ്പെടുത്തുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കൊണ്ട് രക്ഷ കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഈ ഷൈനി പെൺകുഞ്ഞുങ്ങളും മരിച്ചിട്ട് എന്ത് ചെയ്തു എന്നല്ല ചോദിച്ചു. അതെ, നിങ്ങളുടെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഞങ്ങളുടെ അച്ഛന്മാരും കന്യാസികളും അവർക്ക് ചുറ്റുമുണ്ടായിരുന്നു. അവരെ കാരിത്താസിൻ്റെ തന്നെ മോർച്ചറിയിൽ സൂക്ഷിച്ചു. പിന്നെ ചാനൽകാരുണ്ടാക്കിയ സംഭവം ശവാടക്കിൻ്റെ കാര്യം. ശവാടക്ക് ഒരു ക്രാനായക്കാരിൽ നിന്നുള്ള നിലയിൽ ആ നോബി എന്ന മനുഷ്യനെ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ പള്ളിയിൽ ഞങ്ങളുടെ കല്ലറയിൽ
ശവമടക്കണമെന്നും അവന് ജീവിതകാലത്ത് സൂയിസൈഡ് ചെയ്ത് അവൻ ഒന്നുമല്ല, അവൻ്റെ ഭാര്യയെപ്പറ്റിയും അവൻ്റെ കുഞ്ഞുങ്ങളെപ്പറ്റിയും അവൻ ചിന്തിച്ചുവെങ്കിൽ ഇത് തെറ്റിരിക്കുന്നു. രണ്ടാമത് 14 വയസ്സുള്ള ഒരു ചെറുക്കൻ, 10 വയസ്സുകാരനോ 8 വയസ്സുകാരനോ അല്ല, കൗമാരപ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു ചെറുക്കൻ എൻ്റെ അമ്മയും എൻ്റെ പെങ്ങന്മാരും എൻ്റെ പള്ളിയിൽ എൻ്റെ കല്ലറയിൽ അവരുടെ കല്ലറയിൽ വേണമെന്ന് ആഗ്രഹിച്ചു. അതിനെ ആർക്ക് എതിർക്കാൻ പറ്റും? പിന്നെ ഇവിടെ യൂട്യൂബിൽ കണ്ട് ഞങ്ങളുടെ മെത്രാൻ അവരെ പോയി കണ്ടില്ലെന്ന്. സൂയിസൈഡ് ചെയ്ത വ്യക്തികളെ ഞങ്ങളുടെ അച്ഛന്മാർ പോലും വീട്ടിൽ പോയി ശവമെടുക്കാറില്ല. പക്ഷേ ഇതത്രയോ അധികം വൈദികരും കന്യാസ്ത്രീകളും പങ്കെടുത്ത ഒരു ശവമടക്കമാണ് അവിടെ നടന്നത്. എത്രയോ അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പോൾ അപമൃത്യു അല്ലെങ്കിൽ സൂയിസൈഡിന് കൊടുക്കുന്നത് വീട്ടിലേക്ക് വൈദികർ പോലും പോവില്ല. ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ചെറിയ ഫുൾ പ്രാർത്ഥന പോലും നടത്തില്ല. കാരണം സമൂഹത്തിൽ അത് റിപ്പീറ്റ് ചെയ്യരുത്, അതൊരു നല്ല കാര്യമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം വിട്ടിട്ട് സഭ പൂർണ്ണമായി സഭയുടെ പരിധിക്കകത്ത് നിന്ന് സഹകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് ചാടിപ്പിതാവ് അവിടെ ചെല്ലുകയും ബഹളം വെക്കുകയും കാണുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും വിമർശിക്കുക, എന്തുകൊണ്ട് പോയി, ഇതിന് മുമ്പുള്ളതിന് പോയിട്ടില്ലേ എന്ന് വിമർശനവും ഉണ്ടാകും. ഇത് കായംകുളം വാട് പോലെയാണ്. അച്ഛനും പിതാക്കന്മാരും ജനം ഏത് വശമെടുത്താലും മൂർച്ച വെച്ച് അവർ നിൽക്കൂ. അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പൂർണ്ണമായിട്ടും സഭ അവരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞ പോലെയുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ വീണ്ടും നാണം കെട്ട കാര്യം പറയുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ഗ്രാനായ കുടുംബങ്ങളിൽ സംഭവിച്ച അപജയങ്ങളുടെ കഥയാണിത്. ഞങ്ങളത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിൽ ആരെയും തെറ്റു പറയുന്നില്ല, കൂട്ടും പറയുന്നില്ല. പിന്നെ ഷൈനി എന്ന സഹോദരിക്കുണ്ടായ ദുഃഖം, അവളെ എന്തിന് ആ കുഞ്ഞുങ്ങളെ കൂടെ വലിച്ചിഴച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത് കവർ ചെയ്ത് പോകണം. ഇങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടാവും. എനിക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അവരെ പോയി സൂയിസൈഡ് ചെയ്യാം. അപ്പോൾ സമൂഹം എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ മെറിറ്റും ഡിഫക്റ്റും അനലൈസ് ചെയ്യണം. നാളെ ഇത് വേറൊരാൾക്ക് പ്രചോദനമാകാണ്ടിരിക്കാൻ വേണ്ടി നോക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ക്രിസ്തീയ മെത്രാന്മാരന്ന് സൂയിസൈഡ് ചെയ്തെടുത്തുനിന്ന് പോയാൽ ഞങ്ങളും വഴക്ക് പറയുമായിരുന്നു. സാറ് പറഞ്ഞ രീതിക്ക് വെച്ച് നോക്കുമ്പം ഷൈനിനെയാണ് പൂർണ്ണമായിട്ടും സാറ് പറയുന്നത്. ഇപ്പം കുട്ടികളെ കൊലപ്പെടുത്തി എന്ന് വരെയാണ് പറഞ്ഞത്. അപ്പം ഒരു പക്ഷേ കൊലപ്പെടുത്തിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അല്ല, വലിച്ചഴിച്ചുകൊണ്ട് പോയി ആ കുട്ടികളെ പോയി വീഡിയോയിൽ കണ്ട കാര്യം. അതെ, അപ്പം അവർ ആ കുട്ടികൾ അറിഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തതല്ല, അതിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എൻ്റെ വേർഷൻ ഞാൻ അതിനെപ്പറ്റിയും പറയാം. ഞങ്ങളുടെ ക്രിസ്തീയ വേഷം അനുസരിച്ച് അനുസരിച്ച് ഒരാൾ സൂയിസൈഡ് ചെയ്യുമ്പോൾ സൈത്താൻ, അതായത് പിശാച് അവരെ നയിക്കുന്നു, പിശാചിന് അടിമയാവുന്നു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും, ഈ 10ഉം 11ഉം വയസ്സുള്ള കുട്ടികൾ പിശാചിന് അടിമയായിട്ടില്ല. അതുകൊണ്ടാണ് ക്രൈസ്തവമായ ദൈവികമായ ഒരു വീക്ഷണത്തിൽ കൂടെ പറയുമ്പോൾ അവിടെ ആരാണ് പിശാചിന് അടിമയായത്? ഞാൻ നിങ്ങളോടും ചോദിക്കുന്നു, ഈ ഷൈനി എന്ന സ്ത്രീ, ഇയാളെ ഞങ്ങളുടെ സഹോദരി ചെയ്തത് ശരിയോ തെറ്റോ എന്ന് ഞാൻ ചോദിക്കുന്നു. പക്ഷെ അവർക്ക് വേറൊരു വഴിയും ഇല്ലാതെ നമ്മളിപ്പോ ഒരുപാട് വഴികളുണ്ട്. അതിനേക്കാളും കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കാണിച്ചു. അവര് അയച്ച ഫ്രണ്ടിന് അയച്ച മെസ്സേജും എല്ലാം നമ്മൾ കണ്ടതാണ്. ഒരുപാട് ജോലിക്കായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ റെക്കോർഡ് വരുമ്പം പറയാം. അല്ല, അത് കുറെയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഒന്നുമില്ലാതെ നാട്ടുകാരടക്കം ഇങ്ങനെ പറയൂ. ആ കറക്റ്റ് മെസ്സേജ് ഫോറൻസിക്കിന്റെ ഇരിക്കുക. ആ മെസ്സേജുകൾ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ വർത്തമാനം പറയാം. ഇപ്പൊ സാറിന് ഈ ഒരു കേസിൽ സാറിന് എന്താണ് തോന്നുന്നത്? കാരണം എന്ത് കാരണത്താലായിരിക്കും ഷൈനി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടാവുക? നമ്മളിപ്പോ പൊതുവെ കേൾക്കുന്നത് ഭർത്തൃപീഡനം അല്ലെങ്കിൽ വീട്ടിലെ പീഡനങ്ങള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. ഞാൻ ഉത്തരം പറയാം. ഇതിന് സയന്റിഫിക് ആയിട്ട് വികസിത രാജ്യങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഒരാളിങ്ങനെ സൂയിസൈഡ് ചെയ്യും വിചാരിക്കുക, അവിടെ യൂട്യൂബർമാരും ആരും നല്ല വർത്തമാനം പറയും. സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബ്ലഡ് പരിശോധിക്കും. ബ്ലഡ് എന്തിനാ പരിശോധിക്കണമെന്നറിയാമോ? മയക്കമരുന്ന് അടിമയായിരുന്നോ ഇത് ചെയ്ത സമയത്ത്? അല്ലെങ്കിൽ ഉറക്ക ഗുളികകൾ കഴിച്ചിട്ടുണ്ടായിരുന്നോ? മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? ഇതൊക്കെ ചെയ്യും. പിന്നെ
അതുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജിസ്റ്റിനെ പിന്നെ സൈക്കാട്രിക് ഡോക്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്യും അതിനെപ്പറ്റി പഠിക്കാൻ, അവളുടെ വീട് പരിസരങ്ങളെ എല്ലാം പഠിക്കാൻ. അത്രയും ചെയ്ത് കഴിയുമ്പം സൈക്കോളജിക്കലാണോ സൈക്കാട്രിക്കലാണോ മയക്കുമരുന്നോ ഇത്യാദികളാണോ എന്നുള്ളതിൻ്റെ റിസൾട്ട് കിട്ടും. പിന്നെ ആ സാഹചര്യം അതാണ് സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ അവളുടെ മാനസിക വൈകല്യമായിരുന്നു, ഏത് സാഹചര്യമായിരുന്നു, അവൾ ജീവിതത്തിൽ അവൾക്കുണ്ടായ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നായിരിക്കും. ഇവിടെ ആദ്യത്തെ ഒരു ദിവസം മുഴുവൻ ഭർത്താവിൻ്റെ വീട്ടുകാരെ അച്ഛനെയും തെറി പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ അപ്പനിലേക്ക് വന്നു. ഇപ്പം ഇന്നത്തെ വീടിൻ്റെ അകത്ത് സഹോദരന്മാരും സഹോദരിമാരെ പറ്റിയും പറഞ്ഞു. അവിടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ഇതുവരെ നടന്നിട്ടുണ്ടോ നിങ്ങളെന്തെങ്കിലും പറഞ്ഞു? അവൾ എന്തുകൊണ്ട് മരിച്ചു, എങ്ങനെ മരിച്ചു, അത് അനലൈസ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്നോട് ചോദ്യം ഞാൻ പറഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റും? ഞാൻ അതിന് സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ അല്ല. അല്ലാണ്ട് എങ്ങനെ പറയും? ഷൈനിയുടെ ബ്ലഡ് പരിശോധിച്ചിട്ടുണ്ടോ? അവൾ വല്ല തലേദിവസം വല്ല മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടോ? ഉറക്ക ഗുളിക കഴിച്ചിട്ടുണ്ടോ? മദ്യപിച്ചിട്ടാണോ പോയേക്കുന്നത്? പഠിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഈ 1 മാസത്തിനിടയ്ക്ക് ഒരുത്തൻ 5 പേരെ തലക്കടിക്കുമോ? ഇത്രയും പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഇന്നലെ ഒരു ഉദ്യോഗസ്ഥയും മകളും കയറി സൂയിസൈഡ് ചെയ്തു, സമാനമായ ഷൈനിയുടെ കൂട്ടം. അതിനെപ്പറ്റി ഒരു ചെറിയ പത്ര റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ഞങ്ങളുടെ ജ്ഞാനായ സഭ ആയതുകൊണ്ടും അവിടെ ആ വീട്ടിലൊരു വൈദികൻ ഉണ്ടായിരുന്നത് കൊണ്ടുമല്ലേ ഇത്രയും പ്രകമ്പനം ഉണ്ടായത്. നിങ്ങൾ വീണ്ടും ചോദിക്കും ഷൈനിയുടെ ഇതിനെപ്പറ്റി. അത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയാണ്, ഞങ്ങളുടെ ജ്ഞാനായക്കാരത്തിയ. ഭയങ്കര ദുഃഖമുണ്ട്. ആ പിള്ളേരുടെ ഫോട്ടോ പോലും കാണാൻ പറ്റും. ദുഃഖമുണ്ട്. അല്ലാണ്ട് എന്നാ പറയാനാ? ആർക്കെന്ത് പറയാൻ പറ്റും? ഷൈനിയുടെ സാഹചര്യം ഇതല്ലേ സാഹചര്യം എന്നാന്ന് നിങ്ങളൊന്ന് പഠിക്കും. നിങ്ങൾക്ക് എന്നാ തോന്നിയേക്കുന്നത്? നമ്മളിപ്പോ ഈ ഒരു കേസുമായിട്ട് നമ്മളിപ്പോ ഷൈനിയുടെ ഹസ്ബൻഡിന്റെ വീട്ടില് ആ പരിസരമൊക്കെ ഒന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് അവരുടെ കുടുംബക്കാർ തന്നെ പറയുന്നത് ആ ഒരു വീട്ടിൽ ഒരുപാട് തരണം ചെയ്തിട്ടുണ്ട്, ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഷൈനി എന്ന് പറഞ്ഞൊരു ആ ഒരു ചേച്ചി എന്ന് പറയുന്നത് ഒന്നിനും ആരെന്ത് ചെയ്താലും എത്ര ഉപദ്രവിച്ചാലും ആരോടും പരാതി പറയാതെ എല്ലാം സഹിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാളായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയൊരു വിവരം. പിന്നെ ഇപ്പൊ ഈ ഭർത്താവ് എന്ന് പറയുന്നത് മദ്യപിച്ച് ഉപദ്രവിക്കുമായിരുന്നു. അതുപോലെ പിന്നെ ഇതിനകത്ത് വരുന്നത് അവരുടെ അമ്മ ഭയങ്കര മോശമായിട്ട് പെരുമാറുന്ന ഒരു കൂട്ടത്തിലാണ്. അങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ള കുറച്ച് വിവരങ്ങൾ. പിന്നെ ഈ വരുന്നത് ഇതിനകത്തുള്ള ആ വൈദികൻ എന്ന് പറയുന്ന അച്ഛന്റെ കാര്യമാണ്. അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നല്ലൊരു അഭിപ്രായം ആ ഒരു നാട്ടിലാണെങ്കിലും അവരുടെ കുടുംബത്തിലാണെങ്കിലും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. പർട്ടിക്കുലർ ഇൻസിഡന്റ് പറഞ്ഞു. ഇപ്പോ ഞാൻ നോക്കിയിട്ട് ഷൈനിയെ പറഞ്ഞിട്ടില്ല, ഷൈനിയുടെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല, അവളുടെ ആങ്ങളമാരും ആരും അച്ഛനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഏതോ ഒരു സ്ത്രീ കരിങ്കുന്ന അവരുടെ വീടിൻ്റെ അടുത്തോ ഭാഗത്തോ തൊടുപുഴയുള്ളത് ഒരു പ്രസ്താവന നടത്തി. അത് ഹാർഡ് ഫാർമർ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പറഞ്ഞതിൻ്റെ അവസാനം തന്നെ അവർ ചോദിക്കുന്നുണ്ട്, യൂട്യൂബർ, ഇത് ചേച്ചി എങ്ങനെയാണ് അറിഞ്ഞ് പറഞ്ഞു കേട്ടതാണെന്നത്. നേരിട്ട് പോയി ഒരു ബന്ധവും. അപ്പം അങ്ങനെ ഒരു മൂന്നാം കാര്യം അവിടെ മുതലാണ് ചൂടാകുക. അവർ അച്ഛനെ പറ്റി കുറ്റപ്പെടും. അതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു പ്രൂഫ് തരുവാണെങ്കിൽ ഞങ്ങളും പറയും, അറസ്റ്റ് ചെയ്യാൻ പറയും. ഞാൻ അതിനകത്ത് ആരും വിട്ടുവീഴ്ചയില്ല. ഇപ്പൊ ഈ വൈദികൻ എന്ന് പറയുന്ന അച്ഛൻ തന്നെ ഒരു വക്കീല് കൂടി ആയതുകൊണ്ട് ഇവരുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അടുത്ത വീടുകളിലാണെങ്കിലും കുടുംബക്കാരുമായിട്ടും ഇവർ ഒരുപാട് കേസുകളിലും അതുപോലെ ഒരുപാട് അക്രമാസക്തമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരു കുടുംബമാണ് എന്നുള്ള രീതിക്കും, പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്ക്, ബാക്കി നമുക്ക് അങ്ങനെ കാണാം എന്നുള്ള രീതിക്കാണ് ഇവര് മുമ്പോട്ട് പോകുന്നത് എന്നാണ് ഇവരുടെ കുടുംബക്കാരും അതുപോലെ നാട്ടുകാരും പറയുന്നത്.
അപ്പോൾ നമ്മളിപ്പോ ഈ ഒരു കേസിലാണെങ്കിൽ തന്നെ അവരുടെ അടുത്ത് പ്രതികരിക്കാൻ പറയുമ്പോഴും ഇപ്പൊ പ്രസിഡന്റ് വരെ ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചു. അവിടുത്തെ പ്രസിഡന്റ് ആണെങ്കിലും ഈ കാര്യത്തിൽ പ്രതികരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വരെ ഈ ഒരു കാര്യത്തിൽ ഭീഷണി വരുന്നുണ്ട് എന്നുള്ളൊരു നമ്മളിങ്ങനെ ഒരു കാര്യം കേട്ടു. ഭീഷണി വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവിടുത്തെ നാട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഞങ്ങൾ സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭീഷണി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ഭീഷണിയാണ്, അത് പേടിച്ചാണ് ഞങ്ങൾ ഇതിലൊന്നും പ്രതികരിക്കാത്തത് എന്ന് പറയുന്ന കുറച്ച് പേരും കൂടെ ഉണ്ട് ആ നാട്ടില്. കാണുമായിരിക്കും. ഭീഷണി വരുമെന്നുള്ളതുകൊണ്ട് പ്രതികരിക്കാത്തവർ കാണുമായിരിക്കും. നമ്മൾ സംസാരിച്ച് വന്നത് കാനായ സഭയ്ക്കുണ്ടായ എഫക്റ്റിനെ പറ്റിയാണ് പറഞ്ഞത്. കാനായ സഭയ്ക്ക് കാനായ കത്തോലിക്ക് ഇത് പുത്തിരി അല്ലെന്നേ ഞാൻ പറഞ്ഞു. അല്ല, അത്തരത്തിൽ ഭീഷണി വരണമെങ്കിൽ അതിനകത്ത് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാവുമല്ലോ, ഇവരുടെ ഈ വീട്ടുകാരുടെ ഭാഗത്തും. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞു നോബി എന്ന് പറയുന്ന ഷൈനിയുടെ ഹസ്ബൻഡ്, അവര് അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സുകൊണ്ടെന്നുള്ള രീതിക്ക് പറഞ്ഞു, അതായത് ഈ കുട്ടികളെയും ഷൈനിയെയും അവരുടെ പള്ളിയിൽ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തുകൊണ്ട് അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് സമാധാനം കൊടുത്തില്ല? അതായത് എപ്പോഴും വഴക്കായിരുന്നു എന്നുള്ള ഒരു പ്രശ്നം പറയുന്നുണ്ട്. അവരിപ്പോ മരിക്കണമെങ്കിൽ തന്നെ മരിക്കേണ്ട ഒരു സാഹചര്യം പോലും ഒരു നല്ല ഫാമിലി ലൈഫ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോ ഇപ്പൊ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നോബി അവരുടെ പള്ളിയിൽ അടക്കം ചെയ്തു എന്നതുകൊണ്ട് അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ സാറിന്? ഒരു ഭാര്യയെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. വഴക്കും പിണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ വഴക്കും പിണക്കവും ശലം കഴിയുമ്പോൾ പിണക്കവും തീരുകയൊക്കെ ചെയ്യും. വഴക്കമുണ്ടായി പിരിഞ്ഞു പോയവർ പോലും ഭാര്യയോ ഭർത്താവോ മരിച്ചു കഴിയുമ്പോൾ അന്നേരത്തെ വേറൊരു അവസ്ഥയാണ്. അന്നേരം അതുവരെ ചെയ്തിരിക്കുന്ന തെറ്റും ശരിയും ഒക്കെ മറക്കും. അവനവൻ്റെ ഭാര്യ മരിച്ചപ്പോൾ അവൻ്റെ ഭാര്യയായിട്ടും മരണപ്പെട്ട അയാളുടെ മക്കളായിട്ടും അയാൾ ചിന്തിച്ച് കാണും. അങ്ങനെ ചിന്തിച്ച ഒരു വേർഷനെ നമ്മളെന്തിനു കുറ്റം പറയണമെന്നാണ് എൻ്റെ ചോദ്യം. അത് ജീവിച്ചിരുന്നപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നതിന് മരിച്ചു കഴിഞ്ഞിട്ടുള്ള അയാളുടെ മനസ്ഥിതി വേറെയാണ്. പശ്ചാത്താപം കാണും, ദുഃഖം കാണും. ചെയ്തതിനെപ്പറ്റി എനിക്കത് തെറ്റിപ്പോയായിരിക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കൂട്ടത്തിൽ വളർത്താവായിരിക്കും, അവൾ നല്ലവളായിരുന്നു, കുറേയൊക്കെ കൂടെ റീതിങ്ക് ചെയ്യുന്നത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴും അത് കഴിഞ്ഞ് ഈ ഭാര്യ മരണപ്പെട്ട് കഴിയുമ്പോഴും എല്ലാ അവസ്ഥയും മാറും. അങ്ങനെയല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിലും അർത്ഥമില്ലെന്നാണ് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഈ ഷൈനിയുടെ കേസിൽ തന്നെ ഒരുപാട് ജോലികൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു കേസില്. അപ്പോ ഇപ്പൊ കാരിത്താസിലാണെങ്കിലും ജോലി കിട്ടിയില്ല. അതിന് കാരണം ഈ അച്ഛൻ അതിനകത്ത് പ്രവർത്തിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെറുതെ പറയുന്നതായിട്ട് ഞങ്ങൾ കേട്ടത്. അച്ഛൻ അവിടെ അങ്ങനെ OS അച്ഛൻ്റെ വേറെ സഭയുടെ അച്ഛനാണ്. കാരിത്താസ് സഭയുടെ അങ്ങനെ വേറെ ബന്ധമൊന്നുമില്ല. രണ്ടാമത് ജോലി കാരിത്താസിൽ നിന്ന് കൊടുത്തതല്ലേ. നിങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ. അവർ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് അവർ കൊടുത്തതാണ്. അന്നേരം അവൾ റോസാ മിസ്റ്റിക്ക എന്ന് പറഞ്ഞ ഫേമിൽ പോയി ചേർന്നത്. പിന്നെ അതിന് കാരിത്താസിൽ നിന്ന് കൊടുത്തില്ല എന്ന് പറയണത്. രണ്ടാമത്തെ കാര്യം, കാരിത്താസ് എന്ന് പറയണത് അതിൻ്റെ ക്വാളിറ്റിയും വെർജിനിറ്റിയും കാത്തു സൂക്ഷിക്കുന്ന ഹോസ്പിറ്റലാണ്. ഞങ്ങൾക്ക് അഭിമാനമുള്ള കേരളത്തിലെ ഒന്നാമത്തെ ആശുപത്രിയാണ് കാരിത്താസ്. അവിടുത്തെ പേഷ്യൻസ് മുഴുവൻ ഗ്രാനായക്കാരല്ല. 10% പോലും ഞങ്ങളുടെ ആൾക്കാരോ രൂപക്കാരോ ഇല്ല, പുറത്തുനിന്ന് വരുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ ഷൈനി എന്ന് പറഞ്ഞ പെണ്ണ് 9 വർഷമോ 10 വർഷത്തെ ഗ്യാപ്പിൽ നേഴ്സിംഗ് ജോലിയിൽ നിന്ന് വിട്ട് എന്ന് പറയുന്നതിനകത്ത് വരുമ്പം അവരതിൻ്റെ ക്വാളിറ്റി നോക്കി അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്ഥാപനത്തിനകത്തേക്ക് ജോലി ചോദിച്ചെന്ന് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞാൽ പറ്റും. എന്നിട്ട് അവർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാന്നാണ് ഞാൻ പറഞ്ഞു. അവരൊന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. കുറച്ച് നാൾ കഴിയുമ്പോൾ അതനുസരിച്ച് ചെയ്യാനായിട്ട്, അല്ലാണ്ട് ഓടി ഇങ്ങ് വരുന്നതിനായിട്ട് കാരിത്താസിലേക്കും കയറ്റി വെക്കാൻ പറഞ്ഞാൽ പറ്റും. ആ ആശുപത്രിയുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് തന്നെ കാര്യമായിരിക്കും. നീ ആ മറുവശം ചോദിക്കുക, ഇവള് കാരിത്താസിലെങ്ങാനും ജോയിൻ ചെയ്തിട്ട് ആണ് സമയത്ത് ഈ സംഭവം നടക്കണമെങ്കിൽ ഇവിടുത്തെ സ്ഥിതി എന്തായിപ്പോയത്? കാരിത്താസിനെയോ ഡോക്ടർമാരെയോ ഞങ്ങളുടെ ഇവിടെ ആരെങ്കിലും വെറുതെ വിടുമോ? പക്ഷേ ഒരുപാട് വോയിസ് മെസ്സേജുകളൊക്കെ വരുന്നുണ്ടല്ലോ. അതായത് ജോലി അന്വേഷിച്ച സുഹൃത്തുക്കളോടൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഏഷ്യൻ ഹോസ്പിറ്റലോ അങ്ങനെ എന്തോ ഒരു, ഞാൻ ആ പേര് കൃത്യമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഈ അവസാന നിമിഷങ്ങളിൽ വേറൊരു ഓപ്ഷനും ഇല്ലാതെ മറ്റു ഹോസ്പിറ്റലുകളിലൊന്നും നോക്കിയിട്ട് കിട്ടാതെ വന്നപ്പോൾ ലാസ്റ്റ് ഇന്നൊരു ഹോസ്പിറ്റലിൽ എന്തോ മെസ്സേജസ് വാട്സപ്പ് ഗ്രൂപ്പ് വഴി കാണുന്നുണ്ട്.
അവിടത്തേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ അന്വേഷിച്ച ഒരു വോയിസ് മെസ്സേജുകൾ ഇങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ആയിരുന്നു. ഇപ്പൊ ഒരു മെസ്സേജിന്റെ അകത്ത് കണ്ടത് ബോംബെക്ക് പോകാനിരിക്കുകയാണ്, ബോംബെയിൽ ഏതോ ആശുപത്രിയിലായിപ്പോയത്, അതിന് പിള്ളേരെ ഹോസ്റ്റലിലാക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ മെസ്സേജുകളാണ്. പക്ഷെ അത് ഷൈനിയുടെ തന്നെ സൗണ്ട് ആയിരുന്നു, ശബ്ദം. എനിക്കറിയാൻ പാടില്ല, ഇതൊക്കെ ഈ യൂട്യൂബർമാര് പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കും. ഇപ്പൊ സാറന്നെ പറഞ്ഞു ഇപ്പൊ ബോംബെക്ക് പോവാൻ നിൽക്കായിരുന്നു. അപ്പൊ യൂട്യൂബർ പറഞ്ഞ കുട്ടികളെ നമ്മളിപ്പോ അവിടെ പോയി അന്വേഷിച്ച കാര്യത്തില് നമുക്ക് കിട്ടിയൊരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തണം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വന്തം വീട്ടിലാണ് ഇപ്പൊ അവര് നിൽക്കുന്നത്. 9 മാസം കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ വന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോ അവിടെ സുരക്ഷിതമല്ല എന്നുള്ളൊരു എന്താ പറയാ നിഗമനത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. കാരണം കുട്ടികളെ ഹോസ്റ്റലിലാക്കേണ്ട കാര്യമില്ല. കാരണം സ്വന്തം അച്ഛനും അമ്മയും അവിടെ ഉണ്ടല്ലോ, വീട്ടിലുണ്ടല്ലോ. അപ്പൊ കുട്ടികളെ ഹോസ്റ്റലിലാക്കാൻ മാത്രം എന്തെങ്കിലും പ്രശ്നം ആ വീട്ടിലുണ്ടായിരിക്കാം എന്നുള്ളൊരു ചിലപ്പോ ഉണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് അത് സെൽഫിഷായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാകും. 2 ഗ്രാനായ കുടുംബങ്ങളാണ് ഇവിടെ പിച്ചിച്ചീരപ്പെടുന്നത്. 1, ഞങ്ങൾ ജനറലായിട്ട് നോക്കുമ്പോൾ. 2, അവിടെ 14 വയസ്സുള്ള ഒരു ചെറുക്കനുണ്ട്. അവന് ജീവിക്കേണ്ടതാണ്. അപ്പനില്ല, അമ്മയില്ല, പെങ്ങന്മാരില്ല. അപ്പോൾ എനിക്ക് വേദന ആ ചെറുക്കനെ പറ്റിയാണ്. ഇതിൻ്റെ അകത്ത് കൂടുതൽ അനലൈസേഷനോ കാര്യങ്ങൾക്കോ പോയാൽ ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം. ഇത് സംഭവിച്ചു പോയി. നാളെ വേറൊരു വീട്ടിൽ ഇത് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമൂഹത്തിനും കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒറ്റപ്പെട്ടു പോയ ആ കൗമാരക്കാരനെ പറ്റി ചിന്തിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതുമായിട്ട് പറഞ്ഞ കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങളും പറഞ്ഞു. അത്രയേ ഉള്ളൂ. അതല്ലേ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഈ പറഞ്ഞ മകനെ കൊണ്ട് വരാൻ പരാതി കൊടുപ്പിച്ചായിരുന്നു. വെറുതെ പറഞ്ഞു. എങ്ങനെ കൃത്യമായിട്ട് പറയാം, അത് ഞാൻ പറഞ്ഞുതരാം. എനിക്കിത് കണ്ട മറുനാടന്റെ യൂട്യൂബർ ഇവരുടെ വീട്ടിൽ ചെല്ലുന്നു. ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ അമ്മയായിട്ട് സംസാരിക്കുന്നു. കല്ലിത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അമ്മ പറഞ്ഞു. ഉടനെ മകനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചോ എന്ന് ഈ അവിടെ ചെന്നേക്കുന്ന യൂട്യൂബർ വീഡിയോയിൽ കാണാമെന്ന് ചോദിക്കുന്നു. ഉടനെ അവിടുത്തെ അവൻ്റെ അനിയൻ്റെ ഭാര്യ ഇറങ്ങി വരും, യൂട്യൂബറെ വിളിക്കുന്നു. നീ പരാതി കൊടുത്തെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാനൊരു പ്രൂഫ് തരാം, ഞങ്ങളത് കൊടുത്തിട്ടില്ല എന്ന് യൂട്യൂബറുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയണത് അതിൻ്റെ വീഡിയോ ഉണ്ട്. പിന്നെ ആര് പറയുന്നത് ചോദിക്കേണ്ട കാര്യം ഇല്ലെന്ന ആ യൂട്യൂബ് കണ്ടപ്പോൾ അവൻ്റെ അത് മറുനാടൻ്റെ പരാതിയുടെ ഒരു അതിനകത്ത് നിങ്ങളത് എടുത്ത് വെച്ച് നോക്ക്. ആ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം ഉണ്ടായിരുന്നു. വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ ഞങ്ങളത് കൊടുത്തിട്ടില്ല, കൊടുത്തെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അതിൻ്റെ കോപ്പി കാണുമല്ലോ, ഒന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവനൊന്നും മിണ്ടാണ്ട് പോവുകയാണ്. അവിടെയാണ് ഈ മീഡിയയുടെ ദുർവാസന എന്ന് ഞാൻ പറയുന്നത്. ഒന്നുമില്ലാത്ത ആ ചെറുക്കനെ പോലും അമ്മയ്ക്കെതിരെ പെറ്റീഷൻ കൊടുത്തെന്നും പറഞ്ഞ് ചിത്രീകരിച്ച് വഷളാക്കി. നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ആ യൂട്യൂബ് എടുത്ത് നോക്കും. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് അവർ വർത്തമാനം പറയുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ 2 വീട്ടുകാരെ അറിയാൻ പാടില്ല, യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ദുഃഖം ഞങ്ങളുടെ 2 ഗ്രാനായ ഫാമിലി എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒറ്റപ്പെട്ടു പോയ ആ ഒരു ചെറുക്കനുണ്ട്, ഒരു കൗമാരക്കാരൻ. അവൻ്റെ കാര്യത്തിൽ ഇവിടെ ആരും ഒന്നും ചിന്തിച്ചില്ലല്ലോ. അവനെ നശിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം ഗ്രാനായ സഭയ്ക്ക് ഇതെല്ലാം പറ്റുമോ അല്ലെങ്കിൽ ദുഃഖമുണ്ടോന്നാണ് ചോദിച്ചത് അല്ലേ? ഞങ്ങളുടെ ഗ്രാനായ സഭയ്ക്ക് ഇതിനേക്കാളും അനേക സംഭവങ്ങൾ ചരിത്രത്തിൽ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് അതിജീവിച്ചാൽ വന്നേക്കുന്നത്. അതായത് ആ അച്ഛൻ എവിടെ നിന്നൊക്കെ വന്നു, അവിടെ എല്ലാം പ്രശ്നങ്ങളായിരുന്നു എന്നുള്ള രീതിക്ക് അതും കേട്ടിട്ടുള്ളതാണേ. അച്ഛനെ പറ്റി അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അങ്ങേർക്ക് രൂപതയ്ക്ക് അങ്ങനെ ഒരു ശല്യക്കാരനെന്ന് തോന്നിക്കാണിയാലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള അച്ഛനെ വെക്കുന്നതല്ല ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ജ്ഞാനായ സഭയിലെ പുരോഹിതരെല്ലാവരും നല്ലവരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സംശയം എന്നായിരിക്കും? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരില്ല. ജ്ഞാനായ രൂപതയില് ഈ മറ്റു രൂപതകളിൽ ജനറേറ്റ് ചെയ്യുന്ന പോലെയല്ല ഞങ്ങളുടെ അച്ഛന്മാർ. ഞങ്ങളുടെ വൈദികർ, ഞങ്ങളുടെ കുടുംബങ്ങൾ ഒരുമാതിരി സന്തുഷ്ടിയിലും സമ്പുഷ്ടിയിലും ജീവിക്കുന്ന കുടുംബങ്ങളാണ്. അതിൽ നിന്ന്
ദൈവവിളി എന്നും പറഞ്ഞൊരു വൈദികനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അച്ഛന്മാർ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അവർ വിദ്യാഭ്യാസമുള്ളവരും സുന്ദരന്മാരും പരീക്ഷണങ്ങളിൽ വീഴാണ്ട് പോകുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ കണ്ടു. ചില അച്ഛന്മാരെ പറ്റി കള്ളു കുടിച്ച ചിലർ കള്ളു കുടിച്ചവർ കാണും. ഞാൻ പറഞ്ഞല്ലേ, അത് 10 എണ്ണത്തിൽ 2-3 ഒക്കെ പശയിൽ പോവായിരിക്കും. അതുകൊണ്ട് മൊത്തം ഗ്രാനായ വൈദികർ മോശമെന്ന് പറയാൻ പറ്റില്ല. മുഴുവനായിട്ട് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് നല്ലതെന്ന് പറയാൻ പറ്റില്ല. ചില വൈദികർ പള്ളികളിലെ പണവ കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ തന്നെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ അത് ഇടവക്കാരുടെ കൂടെ കുഴപ്പമാണ്. ഇടവകയിലുള്ള പണത്തിലോ കാര്യങ്ങളിലോ വൈദികരെ പങ്കെടുപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ സാറ് പറയുന്നത് ഈ നൂബിയും അതുപോലെ തന്നെ നൂബിയുടെ ആ സഹോദരനായിട്ടുള്ള അച്ഛന്റെ ഈ ഭാഗത്ത് ഒരു തെറ്റ്, ഷൈനിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഒരു തെറ്റുമില്ലെന്നാണോ? എൻ്റെ സഹോദരി, ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു, നോബിയുടെ സഹോദരൻ അച്ഛൻ്റെ കാര്യം ഷൈനി പറഞ്ഞതായിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഷൈനിയുടെ വീട്ടുകാർ ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ആകെ പറയണത് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഒന്ന് ചെന്നു എന്നാ പറയണം. അത് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ആരാ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ പറ. അങ്ങനെ ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അച്ഛനെതിരായിട്ട് നിൽക്കും. പിന്നെ ഈ അച്ഛനെ ഒന്ന് പെടുത്തണം എന്ന് മനഃപൂർവ്വം ആഗ്രഹിച്ച് പൊങ്കാലയിടാൻ വേണ്ടി കുറെ പേര് നിൽപ്പുണ്ട്. അതിപ്പോൾ നിരാശരായി പോകുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്നെ ചെയ്യാൻ പറ്റും. അച്ഛനെ പെടുത്തണമെങ്കിൽ തന്നെ അതിനകത്ത് എന്തെങ്കിലും അച്ഛന്റെ ഭാഗത്ത് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കാണുമല്ലോ. അതെ, തെറ്റ് സംഭവിക്കേണ്ടത് നിങ്ങൾ എന്നോട് പറയണത് വൈദികനുണ്ടെങ്കിൽ തീർക്കാൻ പറ്റുമോ? ഞാൻ അതിനാ ഉത്തരം പറഞ്ഞ, ഒന്നിലധികം വൈദികരുള്ളത്, അനേക വൈദികരുള്ള കുടുംബങ്ങളുണ്ട്, മെത്രാനുള്ള കുടുംബങ്ങളുണ്ട്. അവിടെയൊന്നും എല്ലാ പ്രശ്നവും തീർക്കാൻ ആർക്കും പറ്റും. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാം മുഖവന്മാരും മീൻപിടുത്തക്കാരും എല്ലാവരും അല്ലായിരുന്നു. വല്ല സമ്പുഷ്ടമായ കുടുംബമോ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ആണോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടെ പഠിച്ചു നോക്ക്. അപ്പം അത് വൈദികരും എവിടുന്ന് വേണേലും ഉണ്ടാകാം. അപ്പം ഈ നോബിയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാകില്ലെങ്കിൽ, ഷൈനിനെ നല്ലപോലെയാണ് നോക്കിയിരുന്നെങ്കിൽ ഒരു ആത്മഹത്യ, അഥവാ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ ആത്മഹത്യയിലേക്ക്, അത് സ്വന്തം മക്കളെ അതിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ നമ്മൾ ഇതിനകത്താണെങ്കിലും തലേ ദിവസം ഇപ്പൊ ഈ ശനി മരിക്കുന്നതിന്റെ തലേ ദിവസം നോബി ഫോൺ വിളിച്ചായിരുന്നു. അപ്പൊ അതുമായിട്ട് എന്റെ പ്രശ്നത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയി എന്നുള്ളൊരു ഇത് നമ്മൾ കേൾക്കുന്നുണ്ട്, ഇങ്ങനൊരു കാര്യം. പക്ഷെ ഇത്രയും സഹിച്ച് അല്ലെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു യുവതി എന്ന് പറയുന്ന അവർ ഈ ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കുറവല്ലേ? ഞാൻ അതിന് ഉത്തരം നിങ്ങളോട് പറഞ്ഞു. മോഡേൺ വികസിത രാജ്യങ്ങളിലാണെങ്കിൽ ഇങ്ങനെ മരണം ഉണ്ടായാൽ അവരുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കും, സയന്റിഫിക് ആയിട്ട്. ഇവിടെ ആ സംവിധാനം ഇല്ല. ഇവിടെ പിറ്റേ ദിവസം മുതൽ ആ വീട്ടുകാരെയും അച്ഛനെ ആക്രമിക്കാനുള്ള പ്രവണതയെ കണ്ടുള്ളൂ. സയന്റിഫിക്കായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം, അവളുടെ ബ്ലഡ് എടുത്ത് പരിശോധിക്കും, സാഹചര്യങ്ങൾ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും പരിശോധിക്കും. അപ്പോൾ അവരത് കണ്ടുപിടിക്കും അതിൻ്റെ കാരണം എന്നാണ്. ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഇപ്പം അവൾ അറിയാണ്ട് വല്ലവരും രാസലഹരിയിൽ കൊടുത്തിട്ടുണ്ടോ? ഇപ്പം 5 പേരെ തല്ലിക്കൊന്നവന് ഇതുണ്ടായിരുന്നു, മദ്യം കഴിച്ചിട്ടാണ്. ഇതിൻ്റെ പ്രേരകമാണോ എന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ല. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ആ കൊച്ചുങ്ങളെ എങ്ങനെ കൊല ചെയ്യപ്പെട്ടു എന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ. നിങ്ങളുടെ സംശയം തീർന്നല്ലോ. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ഗ്രാനായ സഭയ്ക്ക് എന്നാന്നുള്ള ഞാൻ പറഞ്ഞു. ഞാൻ അതിന്റെ ഉത്തരവും പറഞ്ഞു.